നിങ്ങൾക്ക് ചോറിന് കറികളൊക്കെ ഉണ്ടാക്കാൻ മടിയായിട്ടിരിക്കുവാണോ? വരൂ, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് കറികളൊന്നുമില്ലാതെ തന്നെ ഒരൊറ്റ ചമ്മന്തി കൊണ്ട് വളരെ പെട്ടെന്ന് ചോറിന് കൂട്ടാൻ റെഡിയാക്കാം. ഇന്ന് നമുക്ക് കാച്ചി പപ്പടം കൊണ്ട് ഒരു അടിപൊളി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വരൂ, ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ കൂട്ടുകാർ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് കൂട്ടുകൂടണേ. പിന്നീട് വരുന്ന അപ്ഡേഷൻസും അടിപൊളി വെറൈറ്റി റെസിപ്പീസും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതിന് ഇത് ഉപകരിക്കും. ഇതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു ഐറ്റമാണ്. എനിക്കൊന്ന് ഉണ്ടാക്കി നോക്കണം തോന്നി. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഹായ് എവരിവൺ, ഐ എം സീന. യു ഓൾ ആർ വെൽക്കം ടു മൈ ചാനൽ. ഒരു ചമ്മന്തിക്ക് എന്തിരിക്കുന്നു ഇത്രയും പറയാനെന്നൊന്നും ആരും കരുതണ്ട കേട്ടോ. ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പടം ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കാം. ഞാൻ ഇച്ചിരി കൂടുതൽ മൂപ്പിച്ചെടുത്തതേ ഉള്ളൂ. ചെറിയ ഉള്ളി 1 കപ്പ്, നിങ്ങൾക്ക് അതില്ലെങ്കിൽ സവാള എടുക്കാം. വറ്റൽമുളക് 6 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് കൂടുതലും കുറവൊക്കെ എടുക്കാം. വാളൻപുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ആവശ്യത്തിന്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വേണമെങ്കിൽ ഒരു പച്ചമുളക് കൂടി ചേർക്കാം. ഞാനിവിടെ എടുത്തിട്ടില്ല. ഉപ്പിൻ്റെ കൂടെ വെക്കാനായിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ട്. ആദ്യമേ തന്നെ പപ്പടം നമുക്ക് ഒന്ന് ചെറിയ പീസാക്കി എടുക്കണം. നിങ്ങൾക്ക് മുഴുവനെ വേണമെങ്കിൽ എടുക്കാം, ഒപ്പിച്ചെടുക്കാം. ഞാൻ മുഴുവനെ എടുത്തിട്ടില്ല, കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് എണ്ണ എക്സസ് വന്നു. അത് നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കുറച്ച് ആവശ്യത്തിന് മാത്രം എണ്ണ എടുത്തിട്ടുള്ളൂ. ആദ്യമേ സ്റ്റൗവിൽ ഒരു കടായി വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പപ്പടം നമുക്കൊന്ന് കാച്ചിയെടുക്കണം. ഇവിടെ കുറച്ച് കൂടുതൽ പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ എണ്ണയിലേക്ക് തന്നെ ചെറിയ ഉള്ളി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ ഉള്ളി പൊളിച്ചിട്ട് നല്ലതുപോലെ കഴുകി ഒരു പേപ്പർ ടവലിൽ തുടച്ചിട്ട് ഇടുകയാണെങ്കിൽ എണ്ണ പൊട്ടിത്തെറിച്ച് അവിടെയെല്ലാം വൃത്തികേടാവുകയില്ല. ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചെറിയ ഉള്ളിയുടെ നിറം മാറി വരുമ്പോൾ നമുക്ക് ചുവന്ന വറ്റൽമുളക് അല്ലെങ്കിൽ ചുവന്ന മുളക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിവിടെ ആ ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചെറിയൊരു നെല്ലിക്ക വലിപ്പമുള്ള ഒരു വാളൻ പുളി കൂടി ചേർക്കണം. അത് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്ത് അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടും. അതിനനുസരിച്ച് ടേസ്റ്റും കൂടുന്നതായിരിക്കും. എല്ലാം കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ. അരകല്ലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ തന്നെ അരച്ചെടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ, എനിക്കില്ല സംഭവം. അരകല്ലൊക്കെ അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഈ സംഭവത്തിന്, ഏതാണെങ്കിലും. എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം അത് മിക്സിയുടെ പൾസ് മോഡിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ശകലം കൂടി അരച്ചെടുക്കാം. എനിക്കിതാണ് ഇഷ്ടമായിരുന്നത്, അത് കാരണം ഇങ്ങനെ എടുത്തത്. ഇതിൻ്റെ കൂടെ ചിലർ തേങ്ങ ചേർക്കാറുണ്ട്, പക്ഷേ എനിക്ക് തേങ്ങ ചേർക്കുന്നത് അത്ര താല്പര്യം തോന്നിയില്ല. അരച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇതിനുശേഷം ഇതിൻ്റെ കൂടെ നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന പപ്പടം കൂടി ചേർത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക.
നിങ്ങൾ ഈ ഐറ്റംസ് എല്ലാം മൂപ്പിച്ചെടുത്ത എണ്ണ ബാക്കി അവിടെ കാണുമല്ലോ അല്ലേ, അതുണ്ടെങ്കിൽ അതുകൂടി ഇതിൻ്റെ കൂടി ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടുന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. കിടിലൻ പപ്പട ചമ്മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഉപ്പും എരിവും പുളിയും ഒക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട. മടിയുള്ള സമയത്ത് നല്ലതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ പപ്പട ചമ്മന്തി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ കറികളുടെ ഒന്നും ആവശ്യം വരുന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സീന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in the next video.